മോൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആദുട്ടിക്ക് 100% ഡിസബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരാൾ കമൻറ്റിൽ വന്ന് എന്നോട് ചോദിച്ചു, കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞൂടെ, എന്തിനാ? മോൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആദുട്ടിക്ക് 100% ഡിസബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരാൾ കമൻറ്റിൽ വന്ന് എന്നോട് ചോദിച്ചു, കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞൂടെ, എന്തിനാ? നിന്നെ പോലെയുള്ള ചാവാലി പട്ടികളുടെ അടുത്ത്, നീ കുട്ടിയെന്നല്ല വിളിച്ചേ, നിന്നെ പോലെയുള്ള ചാവാലി പട്ടികളുടെ അടുത്ത് എൻ്റെ കൊച്ചിനെ എന്നല്ല ഇതുപോലത്തെയുള്ള മക്കളെ ഏൽപ്പിക്കത്തില്ല. കാരണം എന്താണെന്നറിയാവോ ഷൈമു? നീയൊക്കെ അവരെ കൊന്നു കളയും. നിന്നെ പോലെയുള്ളവരാണ്. ഒരമ്മയുടെ വേദനയാടാ ഈ പറയുന്ന ഈ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, മറം പറ്റും, നിനക്കൊക്കെ കിട്ടും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാൻ ഒരു മുഖവര ഇട്ട് ഈ ഒരു വീഡിയോക്ക് എങ്ങനെ മുഖവര ഇടുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനുശേഷം ഞാൻ കുറച്ച് വോയിസ് ഒക്കെ ഇതിനകത്ത് പ്ലേ ചെയ്യും. ഇതൊക്കെ കേൾക്കണം. റിയാക്ഷൻ ചാനൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ദയവായി ആ വോയിസ് ഒക്കെ എടുത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യുക. ഞാൻ ഒരിക്കലും കോപ്പിറൈറ്റ് ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടും ചെയ്തില്ല. ബിക്കോസ് ഒരു അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് ചിലവിന്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക നിത്യച്ചെലവ്, അഥവാ കുട്ടിയുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചിലവ് വരുന്നുണ്ട്. അതിനോടൊപ്പം അവരത് ഒരു ചെറിയ ചാനലാണ്. ആ ചാനൽ സത്യം പറഞ്ഞാൽ റീച്ച് ഒന്നുമില്ല എങ്കിൽ പോലും, വ്യൂസും ഇല്ല, ഒന്നുമില്ലെങ്കിൽ പോലും ആ ചാനലിനെ ആ ഒരു കുട്ടിയുടെ, നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ആ കുട്ടിയുടെ മുഖമൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നവനെയൊക്കെ മനുഷ്യനെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് 2 മക്കളുണ്ട്. നിങ്ങൾ കാണുന്ന പലർക്കും മക്കളുണ്ടാവും. കുഞ്ഞുങ്ങളായിരിക്കും ഇത് ചിലപ്പോൾ കാണുന്നത്. പ്രായമുള്ള എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും കാണുന്നവരായിരിക്കും. പക്ഷേ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഡിസബിലിറ്റി സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയെ കൊല്ലണം, കൊണ്ട് കളയണം. ഈ വീട്ടിൽ ചില ആൾക്കാരൊക്കെ പട്ടിയൊക്കെ വളർത്തിയിട്ട്, നായയൊക്കെ വളർത്തിയിട്ട് അതിനെന്തെങ്കിലും ചെറിയ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെയും കൊണ്ട് കളയുന്ന സ്വഭാവമുണ്ട്. അതുപോലെ ഞാനെന്തായാലും നമ്മളൊന്നും ചെയ്യുന്നതല്ല, ഞാൻ പറയുന്നത്. അതുപോലെ സ്വന്തം കുഞ്ഞിനും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അസുഖം വന്നു കഴിഞ്ഞാൽ കൊണ്ട് കളയണം, കൊല്ലണം എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യം അധികം മുഖവരെയൊന്നും ഇടുന്നില്ല, അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അല്ലേ മോനെ? കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഓക്കെ. ഈ വീഡിയോ കൂടുതൽ ഞാൻ ആ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ പ്ലേ ചെയ്യത്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ കാരണങ്ങളാൽ കുട്ടികളുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇത് AI ഐഡൻറ്റിഫൈ ചെയ്യുന്ന വേറെ തരത്തിലായിരിക്കും. അതുകൊണ്ടാണ്. ആ കുട്ടിക്ക് സെറിബ്രൽ പാൾസി അസുഖമാണ്. ആ അമ്മയ്ക്ക് ഇതിനൊരു മൂത്ത കുട്ടിയുണ്ട്. അപ്പം ആ അമ്മ ഇപ്പം അവരുടെ സ്വന്തം സ്ഥലം വയനാടാണ്. വയനാട്ടിൽ നിന്നും ഇപ്പം പാലക്കാട് അട്ടപ്പാടിയിൽ ഈ കുട്ടിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതോ ഡോക്ടേഴ്സിന് എന്തൊക്കെ പിഴവെന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്നും അവരിപ്പോൾ പാലക്കാടാണ് ഈ കുട്ടിയുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്നത്. ആ ചികിത്സാ ചെലവ് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അവരൊരു യൂട്യൂബ് ചാനൽ തുറന്നത്. ആ യൂട്യൂബ് ചാനൽ ആരും കാണുന്നൊന്നുമില്ല. ചിലപ്പം എനിക്കറിയത്തില്ല, ആരും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആദൂസ് വ്ളോഗ് എന്നാണ് ചാനലിൻ്റെ പേര്. ഞാനതിൻ്റെ വീഡിയോ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ദയവായി കഴിയുമെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങളൊന്ന് കാണണം കേട്ടോ. ഞാനത് റിക്വസ്റ്റ് ചെയ്യാം, മൈ ഹമ്പിൾ റിക്വസ്റ്റ്. ഓക്കെ. ഇനി അമ്മ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോക്കകത്ത് ഒരാൾക്ക് മറുപടി കൊടുക്കുന്നതാണ്. ആ മറുപടി ജസ്റ്റ് കുറച്ച് ഭാഗം ഒന്ന് കാണാം. അതിന് എന്ത് ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോയി പ്രതികരിക്കും. അത് നീയല്ല, നിൻ്റെ അപ്പുറത്തുള്ളവരാണെങ്കിലും ശരി, കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നതെന്നും എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണ് വളർത്തുന്നതെന്നും എനിക്കറിയാം. അതിനകത്ത് ഒരു ഷൈമു എന്ന് പറഞ്ഞതിൻ്റെ ഒരു ആവശ്യമില്ല. എന്നിട്ട് ഈ ഷൈമു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ കമൻറ്റ് ഇട്ടു, ഞാൻ ഇത് ലീഗലായി മുമ്പോട്ട് പോകുകയെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിൻ്റെ അടിയിൽ വന്നിട്ടൊരു ലൈക്ക് ഇട്ടിട്ട് പോയി. കാരണം ഈ പറയുന്ന വ്യക്തികൾക്കറിയാം, വ്യക്തമായിട്ടറിയാം, ഈ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തളരുകയില്ല, പക്ഷെ എൻ്റെ ആദൂട്ടീനെ പറഞ്ഞാൽ ഞാൻ തളരൂ എന്നുള്ളത്. എൻ്റെ മോൻ്റെ 7 അയൽവക്കത്ത് വരാനുള്ള യോഗ്യത നിനക്കില്ല. പിന്നെ ഒരു സ്ത്രീയെ ഇപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് എന്താ കാരണം എന്നറിയോ? അവരുടെ ആ വയ്യാത്ത കുഞ്ഞെന്ന് ഓക്കെ, അതിന് ഡിസബിലിറ്റി ഉണ്ട്, ഓക്കെ, അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റണം, അതിൻ്റെ പുറകെയാണ് അവർ. ആ ഒരു കുടുംബം മൊത്തം അതിൻ്റെ പുറകെയാണ്. പക്ഷേ അവർക്ക് നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണെന്നുള്ള കാര്യത്തിൻ്റെ വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. എൻ്റെ പേര് സൗമ്യ എന്നാണ്. നമ്മുടെയൊക്കെ ഒരു ചെറിയ ചാനലുണ്ട്. മോൻ്റെ പേരിലാണ് കേട്ടോ ചാനൽ. ആദൂസ് എന്നാണ് മോൻ്റെ പേര്.
അപ്പം മോൻ്റെ പേരിലാണ് ചാനൽ തുടങ്ങിയേക്കുന്നത്. ആദൂട്ടിക്ക് 7 വയസ്സായിട്ടോ. ആദൂട്ടി നടക്കുകയൊന്നുമില്ല, ആൾ കിടപ്പാണ്. മോന് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് വലിയൊരു പ്രതീക്ഷയായിട്ടാണല്ലോ ചാനൽ തുടങ്ങിയത്. മോൻ്റെ ചികിത്സാ ചിലവും കാര്യങ്ങളും മോൻ വലുതാവുന്നതനുസരിച്ച് ചികിത്സാ ചിലവൊക്കെ കൂടി വരുന്നു കേട്ടോ. അപ്പം അങ്ങനെ വലിയൊരു പ്രതീക്ഷയായിട്ട് തുടങ്ങിയ ചാനലാണ്. നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ മോൻ്റെ ചികിത്സാ ചിലവിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഒരു രീതിയിലും ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ചില കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരുപാട് വിഷമാകുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. എൻ്റെ കുഞ്ഞിനെ പൊട്ടാന്ന് വരെ വിളിക്കുന്ന കമൻറ്റ് വരുന്നുണ്ട്. അതിലും ഒരുപാട് കേട്ടോ, നമുക്ക് ഒരു പെണ്ണുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്രയും ബാഡ് കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് സഹിച്ചു നോക്കി ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷേ എന്നെക്കൊണ്ട് എങ്ങനെയാണോ എത്ര നാളോ ഇത് മുമ്പോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒരുപാട് ക്ഷമിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ വയ്യാത്തൊരു കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഒരു ചാനൽ നടത്തി പോണതിലൊക്കെ ഭയങ്കര പാടാണ്. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി അന്നേരമാണ് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഈ വീഡിയോ ഇടുകയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ നേരിടുന്നത് ഭയങ്കരമായിട്ടുള്ളതാണ്. ഞാൻ കൊച്ചിനെ കൊണ്ട് പിച്ച തിണ്ടുവാന്ന് വരെ പറയുന്നുണ്ട് കേട്ടോ. മോനെ വെച്ചിട്ട് വിറ്റ് കാശാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരമ്മമാരും ഇങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു വോയിസിൻ്റെ അകത്ത് നിങ്ങൾ കേട്ടത് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം അവരുടെ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുക, ആ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ കണ്ടെത്തുക. ആ ഒരു പൈസ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി പല ആൾക്കാരുടെ ഒരു ചിന്ത എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറേയധികം പൈസ കിട്ടും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അവർക്കും ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് നിന്ന് പൈസ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഒരു കാരണമുണ്ട്. കാരണം അവർക്ക് മറ്റേ ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ ലൈഫ് എടുത്ത് കാണിക്കാനല്ല. ഇപ്പോൾ ഇതിനകത്ത് ഭിക്ഷ തെണ്ടുന്നു എന്നൊക്കെ പറയുന്നത്, ഭിക്ഷ തെണ്ടുന്നതിന് എന്താ പ്രശ്നം? ഭിക്ഷ തെണ്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യമുള്ളവർ അത് ചിലപ്പോൾ ഇപ്പം പല തരത്തിൽ നമ്മുടെ വലിയ വലിയ മറ്റേ രാഷ്ട്രീയ പാർട്ടികൾ വന്ന് തെണ്ടുന്നില്ലേ, അതിനൊക്കെ അതുപോലെ തന്നെ അല്ല ജീവിക്കാൻ വേണ്ടി തെണ്ടുന്നു എന്ന് പറയുന്നതിന് ഒരിക്കലും കുറ്റം പറയേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇവിടെ ഈ ഒരു അമ്മ ആ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാരണത്താൽ അവർക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് ആ ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു ചാനലിൽ കൂടെ വന്ന് പറയുന്നു. അല്ലാതെ നിങ്ങൾ പൈസ തരണമെന്ന് അവരെങ്ങും പറഞ്ഞിട്ടില്ല. ആ വീഡിയോസിൽ ഒരിടത്തുമില്ല നിങ്ങൾ എന്നെ പൈസ ഒന്ന് സഹായിക്കുമെന്ന് പറയുന്നില്ല. അവർ ആപ്പാടെ ആ ഒരു വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോ ആൾക്കാർ കാണുകയും കണ്ടതിന് ശേഷം എന്തെങ്കിലും അതിനകത്തൊരു ചെറിയ, ഞാനൊരു തുറന്ന് പറയട്ടെ, അവർക്കൊരു $100 ഈ അടുത്ത കാലത്തൊന്നും ഈ ചാനലിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. $100 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയാമല്ലോ? $100 എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 8,000 rupees വരും. ആ $100 ആയാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുള്ളൂ. $100 ആവണമെങ്കിൽ എത്ര വ്യൂസ് വേണമെന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ എനിക്കറിയാം. ആ $100 കിട്ടാൻ വേണ്ടിയിട്ട് പോലും ഈ ഒരു 5 മാസം 10 മാസം കഷ്ടപ്പെട്ടാൽ പോലും ആ ഒരു 8,000 രൂപ ആ ചാനലിൽ നിന്ന് കിട്ടത്തില്ല. കാരണം അതിനുള്ള വ്യൂസ് ഒന്നും ഇല്ല, ചാനൽ ആരും കാണുന്നില്ല. എന്നാലോ കാണുന്ന കുറച്ചധികം ആൾക്കാർ അവരുടെ ഈ ഒരു അവസ്ഥയിൽ അവരങ്ങോട്ട് കളിയാക്കി ആ കുട്ടിയെയും കുറ്റപ്പെടുത്തുന്നു. എന്തുവാണ്, എങ്ങനെ കഴിയുന്നു? അയ്യോ, എനിക്ക് മനസ്സിലാവുന്നില്ലേ? ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, ഈ മെൻ്റലി ഒരു പലതരത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, പല ട്രോമാറ്റിക് കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ, ഇതെല്ലാം ഉണ്ട്. നമ്മളെല്ലാവരും ഈ ഒരു സ്വബോധത്തോടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കരുത്. ഒരു നിമിഷം മാത്രം മതി ഇതെല്ലാം നഷ്ടപ്പെടുത്താനും നശിക്കാനൊക്കെ. അതുകൊണ്ട് നമുക്കുള്ള ഒരു സവിശേഷതയിൽ അഹങ്കരിച്ച് മറ്റുള്ള കുട്ടിക്ക് ഒരു പിഞ്ചു കുഞ്ഞാടെ ഇതൊക്കെ പറയുന്നവനൊക്കെ സത്യം പറഞ്ഞ് നിനക്കൊക്കെ നല്ല പണി കിട്ടണമെന്നാണ് ഞാൻ പറയുക. എന്തായിരുന്നാലും ഞാൻ പറയും ഇങ്ങനെയൊക്കെ പറയുന്നവനെ. ഓക്കെ, അടുത്ത് ബാക്കി അവർ രണ്ടാമത്തെ വോയിസിലൂടെ പറയുന്നവർ കേൾക്കാം. മോൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആദൂട്ടിക്ക് 100% ഡിസബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരാൾ കമൻറ്റിൽ വന്ന് എന്നോട് ചോദിച്ചു, കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞൂടെ, എന്തിനാ ഇവനെ വളർത്തുന്നത്, ഇവനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരമുള്ളതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരാളെ കൈ പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരെയൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് കൊണ്ട് എന്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് ചാനൽ എത്ര നാളിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. കാരണം ഒരുപാട് പേരുടെ അടുത്ത് നിന്ന് ഇപ്പോൾ പരിഹാസങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ചാനൽ തുടങ്ങിയത് മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ അതിലുപരി ഇപ്പം ആദൂട്ടിക്ക് ചാനലിൽ കൂടി ഞാൻ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോഴും ഒക്കെ ആദ്യമോന് ഭയങ്കര സന്തോഷമാണ്, കളിയാണ്. ആൾ ഭയങ്കര ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം അവൻ്റേതായിട്ടുള്ള ചാനലാണെന്നും കാര്യങ്ങളും മൊത്തം കുഞ്ഞിനറിയാം. അപ്പം ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങൾ എങ്ങനെയായാലും ഈ ചാനലും കൊണ്ടൊന്നും മുമ്പോട്ട് പൊക്കോട്ടെ.
ഞങ്ങളെ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. കേട്ടല്ലോ, അവരെന്ത് പാവം ചെയ്തു? മോഷ്ടിച്ചോ? ആരെങ്കിലും പിടിച്ചു പറിച്ചോ? ഫ്രണ്ട് ആപ്പ് മറ്റേ ആപ്പ് മറിച്ച ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മറ്റേ പെർഫ്യൂം അത്തറമൊക്കെ പൂശിക്കൊണ്ടുവന്ന് വലിയ ചിരി ഇരിച്ചിട്ട് ഈ ആൾക്കാരെ പറ്റിക്കുന്ന സാമാനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചോ? ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തോ? ഗാംബ്ലിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തോ? സമൂഹത്തിന് ദോഷം വരുന്നത് എന്തെങ്കിലും കാര്യം ചെയ്തോ? സ്വന്തം കുഞ്ഞിൻ്റെ എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പൈസ കണ്ടെത്താൻ വേണ്ടി ഒരു അമ്മ അവരുടെ ആ ഒരു കൊച്ചു കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ എടുത്തേക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾ നോക്ക്. ഒരു സാധാരണ ഒരു ഫോണിലാണ് എടുത്തേക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പ്ലേ ചെയ്ത ആ ഒരു വീഡിയോ കണ്ടാൽ നമുക്കറിയാം, ഒരു സാധാരണ ഫോണിലാണ് എടുത്തേക്കുന്നത്. അവർക്ക് ഇന്നും അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു സ്ത്രീ അവരന്നിട്ട് ഒരു പ്രതീക്ഷ വയ്ക്കുവാണ്, ഓക്കെ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യും. എനിക്ക് വിഷമമാണ് തോന്നുന്നത്. കാരണം എനിക്കിത് കണ്ടറിയാം, ഈ വ്യൂസ് വെച്ചിട്ടൊന്നും അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഞാനിത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ മോശം കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ വേറെയും കുറച്ച് വോയിസ് പിന്നെ പ്ലേ ചെയ്യാം. അതിനപ്പുറം ഇത് കാണുന്ന നല്ലവരായ മനുഷ്യരുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിൽ അവർ നല്ല കമൻറ്റും ഉണ്ട്, നല്ല സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ ഒരു പ്രതീക്ഷയെ എന്താണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇത് ചെയ്യുന്നു എന്ന് മാത്രം. അതിലെന്തെങ്കിലും ഒരു ഗുണം അവർക്ക് ഉണ്ടാവണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഒന്നിനും വേണ്ടിയിട്ടല്ല, കാരണം എനിക്ക് 2 മക്കളുണ്ട്, നിങ്ങൾ കാണുന്ന പലർക്കും മക്കളുണ്ട്. വിഷമം തോന്നുവാണെന്ന് സംസാരിക്കാൻ തൊണ്ടയിൽ നിന്ന് ശബ്ദം പോലും വരുന്നില്ല. എൻ്റെ ഒരു പ്രശ്നം ഇതാണ്. എന്നൊക്കെ വിചാരിച്ചാണ് തുടങ്ങിയത്. പക്ഷേ ഇതൊരുമാതിരി നമ്മളെ വളഞ്ഞിട്ടൊരു ആക്രമിക്കുന്ന പോലെയാണ് കേട്ടോ കുറച്ച് നാളായിട്ടുള്ള നെഗറ്റീവ് വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്ന നമുക്കിപ്പോൾ ആര് നല്ല നല്ല കമൻ്റ് ഇട്ടാലും അതിൻ്റെ അടിയിൽ വന്നിട്ട് അവർക്ക് ഒരാൾ കമൻ്റ് ഇടുന്നതാണ്, മുഹമ്മദ് ശുക്ല എന്ന് പറഞ്ഞ ഒരാൾ കമൻ്റ് ഇടുന്നതാണ്, നിൻ്റെ മക്കൾ എന്നാലും തുലഞ്ഞു പോട്ടെ. അങ്ങനെ നമ്മുടെക്ക് നല്ല കമൻ്റ് ഇടുന്നവരുടെ അടിയിൽ മൊത്തം വന്ന് കമൻ്റ് ഇടുവാണ്. പിന്നെ എനിക്ക് വന്നൊരു കമൻ്റാണ്, ഇപ്പോൾ റോട്ടിൽ കെട്ടിപ്പിടിച്ച് നടക്കുന്ന അല്ലലവലാതി പെണ്ണുങ്ങൾക്കും ഇങ്ങനെയൊക്കെ കിട്ടും, ഇവരുടെ മുഖത്ത് കുറച്ച് ജനറ്റിക് വൈകല്യം കാണാനുണ്ട്. എൻ്റെ മോന് വയ്യാതെ വന്നത് ഞാൻ കാരണമാണ്. ഞാൻ റോഡിൽ കൂടി ഇങ്ങനെ തിരിഞ്ഞ് നടന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള അലവലാതി. എന്തുവാടെ ഇത്? എന്താ ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം വല്ലതും അറിയോ? ഒരാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞ് ജനിതക വൈകല്യം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആൾക്കാർ ന്യൂറോ സയൻസ് ഒക്കെ മാറ്റിക്കളയുകയാണല്ലോ. നിങ്ങൾ വേറെ തരത്തിലാണല്ലോ ഇങ്ങനെയുള്ള ചിന്ത ഉള്ള ആൾക്കാർ. ായിട്ടാണ് എൻ്റെ കുഞ്ഞിന് വയ്യാതെ വന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. വന്നൊരു നെഗറ്റീവ് കമൻ്റാണ്. സാധാരണ എന്നെപ്പോലെയുള്ളൊരു അമ്മമാർക്ക് ഇത് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. കാരണം വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ രാവിലെ ഈ ഹോസ്പിറ്റലിൽ പോയി വൈകുന്നേരം ആകും ചില ദിവസം, ചിലപ്പോൾ ഉച്ചയ്ക്ക് വരും. നമ്മൾ ഇത് തുറക്കുമ്പോൾ കാണുന്ന ഇതായിരിക്കും കേട്ടോ. പക്ഷെ മാനസികമായിട്ട് എനിക്ക് ഒരുപാട് ഞാൻ തളർന്നു പോകുന്നുണ്ട് ഇത് കാണുമ്പോൾ. പിന്നെ വന്നൊരു കമൻ്റാണ്, എനിക്ക് വന്നൊരു കമൻറ്റ്, പിന്നെ ഈ തള്ളയുടെ വിചാരം ഇങ്ങനെ ഒരു ചാവാലി കുട്ടി ഉണ്ടായത് കാരണവും ഉള്ളത് കാരണവുമൊക്കെ അതിനെ ഇങ്ങ് നോക്കുന്നത് കൊണ്ട് ഈ തള്ള ഞാൻ എന്തോ വലിയ ആളായല്ലോ എന്നാവും തള്ളയുടെ വിചാരം. അല്ല പിന്നെ സ്വയം കോമാളിയാവല്ലേ തള്ളേന്ന്. ഞാനിങ്ങനെ ഇങ്ങനെ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, ഞാൻ ഈ മോനെ നോക്കുന്നത് കൊണ്ട് ഞാൻ അവനെ നോക്കി സ്വയമായിട്ട് കോമാളിയാകുവാന്നാണ് കേട്ടോ ഒരു കമൻറ്റിൽ പറഞ്ഞത്. പക്ഷേ ഒരിക്കലും അല്ല കേട്ടോ. എനിക്കെന്തോ ദൈവമായിട്ട് എൻ്റെ കയ്യിലേക്ക് എന്നെ ഏൽപ്പിച്ച ഒരു കുഞ്ഞു പോലെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പക്ഷേ ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. എനിക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ പരമാവധിയാണ്. ഞാനിപ്പോൾ ചാനൽ നിർത്താൻ വരെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ പറഞ്ഞു, ചേച്ചി ചാനൽ നിർത്തുമൊന്നും വേണ്ട, പറയുന്നവർ പറയട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒരു വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് ഒരു സമൂഹത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പുറത്തേക്ക് ആ കുഞ്ഞിനെ കാണിക്കുമ്പോൾ നമ്മൾ നേരിടുന്നത് വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ. വലിയ പ്രശ്നങ്ങളാണ്. അതെനിക്ക് മനസ്സിലായി. കാരണം ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ കൊച്ചിനെയും കൊണ്ട് പിച്ച തെണ്ടുവെന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ കൊച്ചിനെ വിറ്റ് തിന്നുവെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ കുറച്ചായിട്ട് എന്നെ ഒരു പുറകെ നടന്ന് ആക്രമിക്കുന്ന പോലെയാണ്. പിന്നെ നിൻ്റെ മോൻ പൊട്ടനല്ലേടി മോനെ ചോദിക്കുന്നതാണ്. അപ്പം അതൊക്കെ ചോദിക്കുന്ന ഒരു അമ്മ എന്ന എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമാണ് കേട്ടോ. ഏതേലും ഒരു അമ്മമാർ മക്കൾ പൊട്ടന്മാരാകാനൊക്കെ ആഗ്രഹിക്കുമോ? പക്ഷേ എനിക്ക് ചോദിക്കുന്ന മോൻ പൊട്ടനല്ലേ, പിന്നെ വേറൊരാൾക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് വേറൊരാൾ ചോദിച്ചത്, നിന്നെ നിൻ്റെ മോനെയും കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരുവാന്ന്. എനിക്ക് ഛർദ്ദിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ വീഡിയോ ആണ് എടുത്ത് കാണുന്നതെന്ന്. നമ്മൾ വയ്യാത്ത ഒരാളുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് അതല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ നേരിടുന്നത് താങ്ങാൻ പറ്റാത്ത അനുഭവമാണ് കേട്ടോ. നമ്മുടെ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയുന്നത്? ആ പറയുന്ന മഹാത്മാക്കൾ കാണാൻ വേണ്ടിയിട്ടൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ആ വോയിസ് ഞാൻ പ്ലേ ചെയ്ത ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ആത്തൂസ് വ്ളോഗ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൻ്റെ അകത്തുള്ള വീഡിയോ സെക്ഷനിൽ പോയിട്ട് ഏറ്റവും പോപ്പുലർ വീഡിയോ എടുത്തിട്ട് ഞാൻ 1 ഇയറിന് മുമ്പ് അവിടെ വന്നേക്കുന്ന ഏറ്റവും പോപ്പുലറായിട്ടുള്ള വീഡിയോയുടെ വ്യൂസാണ് നിങ്ങൾ കാണുന്നത്. 3200 വ്യൂസ്. 3200 വ്യൂസ്. 3200 വ്യൂസിന് എന്ത് പൈസ കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത്? 3000 2000 ഒരു 3200-ന് മേളിൽ ഒരു വ്യൂസുള്ളൊരു വീഡിയോ പോലും അവിടെ പോയിട്ടില്ല. അവർക്ക് എന്ത് വരുമാനം കിട്ടിയിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത്? എന്താണ് അവർ ഇതിനകത്ത് നിന്ന് വേറെ ആരെങ്കിലും നിങ്ങൾ പൈസ തരണമെന്ന് പറഞ്ഞോ? ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനും ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടും അതിനുള്ള എന്തെങ്കിലും ഒരു സംഭവം അത് ചാനലിലൂടെ കിട്ടുന്ന പ്രതീക്ഷ വെച്ച് പുലർത്തി. ഓക്കെ, അതൊന്നും നടക്കുന്നില്ല. അതിന് പകരം അവരങ്ങോട്ട് കൊല്ല ചെയ്യുന്നു. ബട്ട് ഇതിനകത്ത് കുറച്ച് നല്ല മനുഷ്യർ ഇവരുടെ ഈ വിഷമം കണ്ട് കുറേ ആൾക്കാർ ഇത് കേട്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നുന്നു. സൗമ്യ എല്ലാം ശരിയാകും, മോന് പെട്ടെന്ന് സുഖമാകും. സത്യം ഇതാണ് അമ്മ. ഒരമ്മയ്ക്ക് ഇത് കേട്ട് നിൽക്കാൻ കഴിയില്ല. പിന്നെ ആദൂട്ടിയെ സ്നേഹിക്കുന്ന ആർക്കും കേട്ട് നിൽക്കാൻ കഴിയില്ല. സൗമ്യ തീർച്ചയായും പ്രതികരിക്കണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിഡ്ഢികളായിട്ട് മാറുമെന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല അമ്മമാരും നല്ല നല്ല ആൾക്കാരും പറയുന്നു. ഞാൻ ആ വീഡിയോയുടെ ക്വാളിറ്റി നോക്ക്, എൻ്റെ ഈ വീഡിയോയുടെ ഫ്രെയിം നോക്ക്, ആ ഫ്രെയിം നോക്ക്. ഈ 2 ഫ്രെയിമിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് അവരുടെ വീഡിയോ. സാധാരണ ഒരു ഫോണിനകത്ത് എടുത്ത ഒരു സാധാരണ വീഡിയോ ആണ്. അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ABCD പോലും അറിയാതെ എങ്ങനെയെങ്കിലും യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ടിട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ചിലവിനുള്ള, അല്ലെങ്കിൽ ചിലവിനല്ല അവനുള്ള മരുന്നിനുള്ള, അല്ലെങ്കിൽ അവനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ കിട്ടുമല്ലോ എന്ന് ഒരു ഹതഭാഗ്യമായ ഒരു അമ്മ ചെയ്തൊരു കാര്യമാണ്. അവർക്ക് ഇന്നും അറിയില്ല അതിനകത്ത് നിന്ന് അവർക്ക് നേരെ വണ്ണ പൈസ കിട്ടത്തില്ല എന്ന്. പക്ഷേ അത് കിട്ടണമെങ്കിൽ എന്തോ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇത് അറിയണം. ഞാൻ ആ ഒരു കാര്യത്തിനകത്താണ് എന്നെക്കൊണ്ട് കഴിയുന്നത് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാർ, നിങ്ങൾ ഏത് ചെറുതോ വലുതോ ഏത് റിയാക്ഷൻ ചാനൽസ് ആയിക്കോട്ടെ, ഒന്ന് പറ്റുവാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ആ കുഞ്ഞിൻ്റെ മുഖം നോക്കി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പുണ്യം കിട്ടും. ഇത് മതവിശ്വാസികളാണോ ഇല്ലെന്ന് അറിയത്തില്ല, എന്തായാലും ഇതൊരു പുണ്യമാസമാണ്, ഒരു മതത്തിൻ്റെ ഏറ്റവും പുണ്യമാസമാണ്. ഓക്കെ, മറ്റ് പല അമ്പലങ്ങളുടെയും ഒക്കെ സംഭവത്തിൻ്റെ ഏറ്റവും ഉത്സവ കാലമൊക്കെയാണ്. ഓക്കെ, അപ്പോൾ റംസാൻ മാസമാണ്, മറ്റുള്ള പുണ്യകാലമാണ്, എല്ലാമാണ്. അതുകൊണ്ട് നിങ്ങളിലുള്ള നല്ല ആൾക്കാർ ദയവായി അവരുടെ കൂടെ ചേർന്ന് കണ്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒന്ന് കൂടെ ഉണ്ടെന്ന് പറയാനോ ഒന്ന് ശ്രമിക്കണം. സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തോ ചെയ്യാനോ? ഞാൻ ഈ ഒരു അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് ഉണ്ടായിരിക്കാൻ പറ്റും. ബാക്കി ഞാൻ കോമാളിയാന്ന് ഞാൻ പറഞ്ഞില്ലേ, എടാ ഞാൻ കോമാളിയല്ല, 100% പെർഫെക്റ്റ് ആയിട്ടൊരു അമ്മയാന്ന് ഞാൻ എൻ്റെ നെഞ്ചി തൊട്ട് പറയും. കാരണം എന്താണെന്ന് എനിക്കറിയാവോ? ഇങ്ങനത്തെ മക്കളെ നോക്കണമെങ്കിൽ, ഞാനൊരു വീഡിയോയ്ക്കകത്ത് വെറുതെ പറഞ്ഞതല്ല, ഇങ്ങനത്തെ മക്കളെ നോക്കണമെങ്കിൽ അത് ദൈവമായിട്ട് കുറച്ചു പേരെ തിരഞ്ഞെടുക്കും. അവരെയാണ് ദൈവം ഏൽപ്പിക്കുന്നത്. അവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കളെ നന്നായിട്ട് നോക്കൂന്ന് ദൈവത്തിനറിയാം. അങ്ങനെയുള്ളവരുടെ അടുത്ത് മാത്രമാണ്. നിന്നെപ്പോലെയുള്ള ചാവാലി പട്ടികളുടെ അടുത്ത്, നീ കുട്ടിയെന്നല്ല വിളിച്ചേ, നിന്നെപ്പോലെയുള്ള ചാവാലി പട്ടികളുടെ അടുത്ത് എൻ്റെ കൊച്ചിനെ എന്നല്ല, ഇതുപോലത്തെയുള്ള മക്കളെ ഏൽപ്പിക്കത്തില്ല. കാരണം എന്താണെന്നറിയാവോ ഷൈമു? നീയൊക്കെ അവരെ കൊന്നുകളയും. നിന്നെപ്പോലെയുള്ളവരാണ്. ഒരമ്മയുടെ വേദനയാടാ ഈ പറയുന്ന ഈ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അറം പറ്റി നിനക്കൊക്കെ കിട്ടും. ഓക്കെ, ഞാനിതിൽ കൂടുതലൊന്നും പറയുന്നില്ല, എനിക്കൊന്നും പറയാൻ വാക്കുകളൊന്നുമില്ല. ഞാൻ ആ കമൻറ്റ് ബോക്സിനകത്ത് ആ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ടാവും. അത് നല്ലവരായ ആൾക്കാർ ദയവായി പോയി അവരുടെ ചാനലിൽ പോയി കാണണം. ഓക്കെ, എൻ്റെ ഉദ്ദേശം അവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയോ ആ ചാനലൊന്ന് കുറച്ച് പേർ അറിയുകയോ അവരുടെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. എനിക്കൊന്നിനും കിട്ടാൻ വേണ്ടിയിട്ടല്ല, എനിക്കൊന്നും വേണ്ട. പക്ഷേ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാനൊരു അച്ഛനാണ്, 2 കുട്ടികളുടെ അച്ഛനാണ്. നിങ്ങളുടെ പല ആൾക്കാരും അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് ഇത്രയും മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുന്നവൻ മൃഗവുമല്ല, മൃഗങ്ങളോടും താരതമ്യം ചെയ്യപ്പെടുത്തരുത്. മൃഗങ്ങളൊന്നും അവരുടെ മക്കളെ സ്നേഹിക്കാത്തവരൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവമൊന്നുമല്ല. പക്ഷേ ഇത് കടന്ന കൈകളാണ്. ഞാനതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് വയ്ക്കുന്നു. ഞാൻ ആ അമ്മയോട് പറയുന്നത്, പിന്നോട്ടൊന്നും പോണ്ട, നമ്മളൊക്കെ ഉണ്ട്, നമ്മളെ കൊണ്ടൊക്കെ കഴിയുന്നത് പോലത്തെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും.
അതുപോലെ ആദ്യമോൻ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഒരു ദിവസം തിരിച്ച് വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ചെയ്യും. നല്ലവരായ ചില ആൾക്കാർ ചിലപ്പോൾ ഇതിനകത്ത് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഇതിനകത്തുള്ള എന്തെങ്കിലും ചിലപ്പോൾ ചികിത്സയുടെ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചേക്കാം. ഓക്കെ, എന്തായിരുന്നാലും നല്ലത് സംഭവിക്കട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ. അത്ര എനിക്ക് പറയാം. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിത് വയ്ക്കുന്നു, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ കാണാൻ ഗൈസ്. ബൈ.